അനുമോദ് ഈ വരുത്തന്മാർ വേണ്ട എന്ന ഒരു നിലപാടിലേക്ക് ലീഗിലെ ഒരു വിഭാഗമെങ്കിലും പോകുന്നു എന്നുള്ളതാണോ ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്? ആ ആവശ്യം എത്രത്തോളം ശക്തമാണ്? അഭിലാഷ്, ലീഗിന്റെ സെക്കൻഡ് ലെയറിൽ ഏറ്റവും ശക്തമായി ഉയരുന്ന ഒരു വികാരമാണ്, അഭിപ്രായമാണ് പുറമേ നിന്നുള്ള സ്ഥാനാർത്ഥികളെ അതത് ജില്ലകളിലേക്ക് കൊണ്ടുവരേണ്ട. മലപ്പുറത്തുള്ളവർ തന്നെ മലപ്പുറത്ത് മത്സരിച്ചാൽ മതി, കാസർഗോഡുള്ളവർ കാസർഗോഡ് മത്സരിച്ചാൽ മതി എന്നൊരു വികാരം ലീഗിൻ്റെ രണ്ടാം നിരയിൽ ഇത് ശക്തമായിട്ട് തന്നെ ഉയരുന്നുണ്ട്. പ്രധാനമായിട്ടും മലപ്പുറത്തിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ മലപ്പുറത്ത് ആദ്യമായിട്ടല്ല മറ്റ് ജില്ലകളിൽ നിന്നുള്ള ആളുകൾ വന്ന് മത്സരം. അതിൻ്റെ ഒരു ചരിത്രം തന്നെ, മലപ്പുറത്തിൻ്റെ ചരിത്രം തന്നെ അപ്രകാരമാണുള്ളത്. പ്രത്യേകിച്ച് പാർലമെൻറ്റിലേക്കൊക്കെ മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ പ്രതിനിധിയെ നിർബന്ധമായിട്ട് എത്തിക്കണമെന്നുള്ളതുകൊണ്ട് മലപ്പുറത്ത് പൊന്നാനിയിലുമൊക്കെ, മഞ്ചേരിയിൽ നിന്നും പൊന്നാനിയിൽ നിന്നുമൊക്കെ അത്തരത്തിൽ ഉത്തരേന്ത്യയിൽ നിന്നുള്ള സ്ഥലത്ത് ബനാത്ത് വാലയെ പോലെയുള്ള മുതിർന്ന നേതാക്കളെയൊക്കെ കൊണ്ടുവന്ന് മത്സരിപ്പിച്ച ചരിത്രം ലീഗിനുണ്ട്. അതിന് പുറമെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മറ്റ് ജില്ലകളിൽ നിന്ന് പലവട്ടം മത്സരിച്ച് വിജയിക്കാൻ സാധിക്കാത്തവരെ അവർക്കൊരു അംഗീകാരം അല്ലെങ്കിൽ അവരെ ജയിപ്പിക്കണമെന്ന പാർട്ടിയുടെ നിർദ്ദേശപ്രകാരം അവർ മലപ്പുറത്ത് കൊണ്ടുവന്ന് മത്സരിപ്പിച്ചിട്ടുണ്ട്. 91-ൽ എ യൂനസ് കുഞ്ഞും അതുപോലെ തന്നെ 2 ടേം മുമ്പ് വരെ മങ്കടയിൽ എ അഹമ്മദ് കബീറും ഒക്കെ ഇത്തരത്തിൽ മലപ്പുറത്ത് നിന്ന് വിജയിച്ച് നിയമസഭയിലെത്തിയവരാണ്. എന്നാൽ ഇനി അത് വേണ്ട എന്നൊരു അഭിപ്രായം തന്നെയാണ് ലീഗിലെ താഴെ തട്ടിൽ നിന്നുള്ള രണ്ടാം നിര നേതാക്കളിൽ നിന്നൊക്കെ സജീവമായിട്ട് ഇതിന് വരുന്നത്. പലപ്പോഴും അവസരങ്ങൾ മറ്റു ജില്ലക്കാർക്ക് മാത്രം ലഭ്യമാകുന്നു, ജില്ലയിൽ നിന്നുള്ള നേതാക്കൾക്ക് അവർക്ക് അവസരം ലഭിക്കുന്നില്ല എന്ന ശക്തമായിട്ടുള്ളൊരു വികാരം അവർക്കുണ്ട്. കഴിഞ്ഞ തവണ താനൂരിൽ പി.കെ. ഫിറോസ് പരാജയപ്പെട്ടത് തന്നെ ഇത്തരത്തിലൊരു പ്രാദേശികമായിട്ടുള്ള വികാരം കണക്കിലെടുക്കാത്തത് കൊണ്ടാണ് എന്ന അഭിപ്രായം ലീഗിനുള്ളിൽ തന്നെ ഉയരുന്നുണ്ട്. പെരിന്തൽമണ്ണ നജീബ് കാന്തപുരം കഷ്ടിച്ച് ജയിച്ചു കയറുകയാണ് ചെയ്തത്. അത്തരത്തിൽ പ്രാദേശികമായിട്ട് ആളുകൾക്ക് അംഗീകരിക്കാൻ, പ്രവർത്തകർക്ക് അവർ വലിയ നേതാക്കളായിരിക്കാം, പക്ഷേ അവരുടെ മുകളിൽ കെട്ടിവെച്ച പോലെ ഒരു തീരുമാനം നടപ്പാക്കുമ്പോൾ അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന വികാരം അത് പാർട്ടിക്കുള്ളിൽ ശക്തമായിട്ട് തന്നെ ഉയരുന്നുണ്ട്. പക്ഷേ നേതൃത്വം ഇതിനെക്കുറിച്ച് അത്ര ഗൗരവത്തിലെടുക്കുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നത്. കാരണം അത്തരത്തിൽ ഒരു പ്രാദേശിക വികാരം മാത്രം കണക്കിലെടുത്ത് ഒരു പാർട്ടിക്ക് പ്രവർത്തിക്കുക എന്നുള്ളത് സാധ്യമായിട്ടുള്ള കാര്യമല്ല. പലപ്പോഴും പല നേതാക്കളും സഭയിലെത്തേണ്ടത് അനിവാര്യമായിരിക്കാം, അവർക്ക് അവസരം കൊടുക്കേണ്ടത് പാർട്ടിയുടെ ബാധ്യതയുമായിരിക്കാം. അങ്ങനെ വരുന്ന സമയങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രാദേശികവാദങ്ങൾ കണക്കിലെടുത്തു കഴിഞ്ഞാൽ പാർട്ടിക്ക് മുന്നോട്ട് പോവുക അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നതാകും എന്ന് തന്നെയാണ് പാർട്ടിയുടെ നേതൃത്വത്തിന്റെ ഈ ഒരു കാര്യത്തിൽ. അനുമോദ്, അതോടൊപ്പം നമ്മൾ തന്നെ നേരത്തെ റിപ്പോർട്ട് ചെയ്ത ഒന്നായിരുന്നു ഈ കൂടുതൽ പുതുമുഖങ്ങൾക്കോ അല്ലെങ്കിൽ യുവാക്കൾക്കോ പരിഗണന നൽകുന്ന സാഹചര്യം, തുടർച്ചയായി മത്സരിക്കുന്നവരെ അടക്കം മാറ്റിയുള്ള പരീക്ഷണം. അപ്പോൾ അത്തരം ചില സാധ്യതകളും ചേർത്ത് വയ്ക്കുമ്പോൾ അതിൽ പ്രദേശത്തുള്ള യുവാക്കളായ ആളുകൾക്ക് കൂടുതൽ പരിഗണന ലഭിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക്, അങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിക്കണമെന്ന് കൂടിയാണോ ഇവരുടെ ആവശ്യം? തീർച്ചയായും അത് തന്നെയാണ് അതിൽ പ്രധാനപ്പെട്ട ആവശ്യം. ഇപ്പോൾ ഈ ആവശ്യത്തിൽ ഏറ്റവും ശക്തമായിട്ട് നിൽക്കുന്നത് പുതുമുഖങ്ങളും യുവാക്കളുമായിട്ടുള്ളവരാണ്. കാരണം നമുക്ക് മലപ്പുറത്തിൻ്റെ ഒരു ലിസ്റ്റ് തന്നെ പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ 3 ടേം വ്യവസ്ഥ നടപ്പിലാക്കിയാൽ നിരവധി പേർ, മങ്കടയും അതുപോലെ തന്നെ മലപ്പുറത്തുമൊക്കെ പുതിയ സ്ഥാനാർത്ഥികൾ വരേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ പലവട്ടം MLA ആയവർ മാറി നിൽക്കണമെന്ന് പറയുമ്പോൾ തിരൂരങ്ങാടി പുതിയ MLA കണ്ടെത്തേണ്ടി വരും, അതേപോലെ മണ്ണാർക്കാട് പുതിയ MLA കണ്ടെത്തേണ്ടി വരും, കാസർഗോഡ് പുതിയ എന്നെ നിൽക്കുന്ന മറ്റൊരാൾ മത്സരിക്കേണ്ടി വരും. കാസർഗോഡും അതുപോലെ തന്നെ മലപ്പുറവും മങ്കടയൊക്കെ ലീഗിനെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷയുള്ള സീറ്റുകളാണ്, അവിടെയൊക്കെ വിജയസാധ്യതയുള്ള സീറ്റുകളാണ്. അവിടേക്കൊക്കെ മറ്റു ജില്ലകളിൽ നിന്ന് ആളുകളെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കേണ്ട സാഹചര്യം ഒഴിവാക്കി ഈ ജില്ലയിലെ തന്നെ ആളുകൾക്ക് അവസരം കൊടുക്കണമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ വിജയസാധ്യത വർദ്ധിക്കുന്നു. പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവർക്ക്, അതത് ജില്ലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരമായിട്ടത് കാണുന്നു. പാർട്ടി പ്രവർത്തകരത് വലിയ തോതിൽ സ്വീകരിക്കുന്ന നിലപാടെടുക്കും. അങ്ങനെ നമ്മളെപ്പോഴും കോൺഗ്രസിൻ്റെ കാര്യത്തിലാണ് നൂലിൽ കെട്ടിയിറക്കുക എന്നുള്ളൊരു പ്രയോഗമൊക്കെ സാധാരണ പ്രയോഗിക്കാറുള്ളത് അല്ലെങ്കിൽ കാണാറുള്ളത്. പക്ഷേ ഇവിടെ ലീഗിലും മറ്റ് ജില്ലകളിൽ നിന്ന് ഇവിടേക്ക് കൊണ്ടുവന്ന് മത്സരിപ്പിക്കുന്ന ഒരു സാഹചര്യം ഇനി വേണ്ട എന്നൊരു നിലപാട് പാർട്ടിയിലെ പ്രധാനപ്പെട്ട പുതുമുഖങ്ങളായിട്ടുള്ള അവസരം ഇതുവരെ ലഭിക്കാത്ത എന്നാൽ സീനിയർ ആയിട്ടുള്ള പല നേതാക്കളും ഇതേ വികാരമാണ് പങ്കുവച്ചിരിക്കുന്നത്. നേതൃത്വത്തിന്റെ പല ചർച്ചകളിലും ജില്ലാ കമ്മിറ്റികളിലൊക്കെ ഈ അഭിപ്രായം വരുന്നുണ്ടെങ്കിൽ പോലും ഇതിനെ വളരെ ഗൗരവത്തിൽ പാർട്ടി ഇതുവരെ എടുത്തിട്ടില്ല എന്നുള്ളതൊരു വസ്തുത തന്നെയാണ്. കാരണം അങ്ങനെ എടുക്കുകയാണെങ്കിൽ പാർട്ടിയുടെ പല നിലപാടുകളിലും അവർക്ക് പ്രതിസന്ധി ഉണ്ടാകുന്ന സാഹചര്യം വരും. പക്ഷേ ഈ ഒരു ആവശ്യം വരുന്ന മാസങ്ങളിലും വലിയ ചർച്ചയായിട്ട് തന്നെ ലീഗിൽ ഉയരുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. യെസ്, ഒപ്പം അനുമോദ്, ഇപ്പോൾ ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവർ എപ്പോഴും മുന്നണിയിൽ നിന്നുകൊണ്ട് സമ്മർദ്ദം ചെലുത്തുന്ന ഒരു രാഷ്ട്രീയ സംഘടന കൂടിയാണല്ലോ. അപ്പോൾ അവിടെ
വിജയം എന്നത് പ്രധാനപ്പെട്ട ഒരു ഫാക്ടറല്ലേ? പ്രത്യേകിച്ച് ഇനി നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ്റെ 3ാം ടേമിന് അന്ത്യം കുറിക്കണം എന്ന ഒരു അജണ്ട UDF-നുണ്ട്. ആ UDF-ലെ രണ്ടാമത്തെ ഘടകകക്ഷി എന്ന നിലയിൽ ലീഗിനെ സംബന്ധിച്ചിടത്തോളം വിജയിച്ച് കയറുക, മുന്നണിയിൽ കൂടുതൽ സീറ്റുകൾ ഉണ്ടാക്കുക, അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണല്ലോ. അപ്പോൾ ഈ പുതുമുഖങ്ങൾക്ക് അവസരം നൽകുക, അല്ലെങ്കിൽ സ്വന്തം ജില്ലയിൽ നിന്നുള്ളവരെ മത്സരിപ്പിക്കുക എന്നൊക്കെ പറയുമ്പോഴും ആ വിജയ സാധ്യതയ്ക്ക് തന്നെ ആയിരിക്കില്ലേ പ്രാമുഖ്യം വരുന്ന തെരഞ്ഞെടുപ്പിലും? അഭിലാഷ്, വളരെ പ്രസക്തമായ കാര്യമാണ് അത്. കാരണം അടുത്ത തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ലീഗിനെയും UDF-നെയൊക്കെ സംബന്ധിച്ച് നിലനിൽപ്പിൻ്റെ അവസാനവട്ട പോരാട്ടത്തിൻ്റെ ഘട്ടമാണ്. ജയസാധ്യത ഏറെ ഉണ്ട് എന്ന് പറയുമ്പോൾ പോലും ഇനിയൊരു തോൽവി ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന സാഹചര്യം വരും. അപ്പോൾ അങ്ങനെ ഒരു ജീവൻ മരണ പോരാട്ടത്തിൻ്റെ ഘട്ടത്തിൽ മുതിർന്ന നേതാക്കളെ അവർ ഒരു തവണ അധികം മത്സരിച്ചു എന്ന് പറഞ്ഞ് മാറ്റി നിർത്താനാകില്ല, അവരെ മറ്റൊരു ജില്ലക്കാരനാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്താനാകില്ല എന്നീ ന്യായം അവിടെ നേതൃത്വം മുന്നോട്ട് വയ്ക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം ഒരു പുതുമുഖത്തെ കൊണ്ടുവന്ന് ജനങ്ങൾക്കിടയിൽ പരിചയപ്പെടുത്തി ഒരുപക്ഷെ അത്തരത്തിലുള്ള ഒരു റിസ്ക് എടുക്കാനുള്ള സാഹചര്യം ഇതിലുണ്ടോ എന്ന ചോദ്യമാണ് പ്രധാനമായിട്ടും ഉയരുന്നത്. നേരെ മറിച്ച് ജനകീയനായിട്ടുള്ള ഒരു നേതാവിനെ, അയാളെ സംബന്ധിച്ച് ആ മണ്ഡലത്തിൽ അദ്ദേഹം സുപരിചിതനായ വ്യക്തിയാണെങ്കിൽ, വലിയ വിവാദങ്ങളിലൊന്നും പെടാത്ത വ്യക്തിയാണെങ്കിൽ ഒരുപക്ഷെ ഓരോ തവണ കൂടി പരീക്ഷിച്ച് മണ്ഡലം ഉറപ്പാക്കുക, സീറ്റ് ഉറപ്പാക്കുക എന്നൊരു സാഹചര്യത്തിലേക്കായിരിക്കും ലീഗ് എത്തുക. കാരണം ഓരോ സീറ്റും വിലപ്പെട്ടതാണ്. മാത്രമല്ല ലീഗിനെ സംബന്ധിച്ച് അവിടെ കൂടുതൽ സീറ്റുകൾ ഉണ്ടെങ്കിൽ സമ്മർദ്ദപ്പെടുത്തി, അത് മുന്നണിക്കുള്ളിൽ സമ്മർദ്ദപ്പെടുത്തി അർഹിക്കുന്ന സ്ഥാനങ്ങൾ നേടിയെടുക്കാനും കൂടി കഴിയുമെന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ലീഗിനെ സംബന്ധിച്ച് അവരുടെ തെരഞ്ഞെടുപ്പിലെ വിജയം